സാക്ഷരത കേരളം എന്ന് പറയുമ്പോഴും നമ്മുടെ കേരളത്തിലെ വികസനം അല്ലെങ്കിൽ വിവേകമുള്ള മലയാളികൾ എങ്ങോട്ടാണ് എന്നുള്ളൊരു ചോദ്യമാണ് ഉയരുന്നത്. പറഞ്ഞു വരുന്ന മലപ്പുറത്ത് പൂർണ്ണ ഗർഭിണിയായ പ്രസവ വേദന അനുഭവിച്ച ഒരു സ്ത്രീയെ ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോകാതെ വീട്ടിൽ പ്രസവിപ്പിച്ചു എന്നുള്ള വിവരമാണ്. ഇതിപ്പോ ആദ്യത്തെ സംഭവമൊന്നുമല്ല, നേരത്തെയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത്രയും വിവേകശൂന്യരാണോ നമ്മൾ മലയാളികൾ? സാക്ഷരത കേരളം, അറിവുള്ളവർ, വിവേകമുള്ളവർ, വിദ്യാഭ്യാസ സമ്പന്നരായിട്ടുള്ള വ്യക്തികൾ എന്നൊക്കെ മലയാളികളെ പറയുമ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അവിടെയും ഇവിടെയും ഇപ്പോഴും നടക്കുന്നുണ്ട്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നമുക്ക് തന്നെ അറിയാം. നേരത്തെ അന്ധവിശ്വാസങ്ങളുടെ പേരിലുള്ള കൂട്ടക്കുരുതികളൊക്കെ നമ്മുടെ കേരളത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ എങ്ങോട്ടേക്കാണ് പോകുന്നത്? വർഷങ്ങൾ കഴിയുന്തോറും അല്ലെങ്കിൽ പുരോഗതിയും ഉന്നമനവും ഒക്കെ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവുമ്പോഴും അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടാവുമ്പോഴും അല്ലെങ്കിൽ ലോകത്തിൽ നടക്കുമ്പോഴും പക്ഷേ മലയാളികൾ ചിലപ്പോഴൊക്കെ പുറകോട്ടാണ് പോകുന്നത്. പുറകോട്ട് നയിക്കുന്ന രീതിയിലുള്ള സ്വഭാവമാണ് മലയാളികൾക്ക് വരുന്നത്. ഈ സംഭവം ഇങ്ങനെയാണ്. പെരുമ്പാവൂർ സ്വദേശി അസ്മയാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. 5ാമത്തെ പ്രസവത്തിലാണ് അസ്മ മരിച്ചിരിക്കുന്നത്. ഭാര്യയുടെ മരണത്തിന് പിന്നാലെ മൃതദേഹം ഭർത്താവ് സിറാജുദ്ദീൻ പെരുമ്പാവൂർ, ഭാര്യയുടെ നാടായ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോയി. പക്ഷെ സംഗതി ഇങ്ങനെയാണ്. ഈ 5ാമത്തെ പ്രസവം ഉൾപ്പെടെ 5 പ്രസവവും ഇദ്ദേഹം ഞാൻ പറയുന്നില്ല, ഇയാള് വീട്ടിലാണ് ഈ ഭാര്യയെ പ്രസവിപ്പിച്ചത്. ഈ 5 പ്രസവം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരുപക്ഷെ പുരുഷന്മാരെക്കാളും ഇത് കേൾക്കുന്ന പ്രേക്ഷകരായ സ്ത്രീകൾക്ക് മനസ്സിലാവും പ്രസവ വേദന എന്താണ്, അല്ലെങ്കിൽ ആ ഒരു സമയത്തുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ. പണ്ട് കാലങ്ങളിലൊക്കെ വയറ്റാട്ടികൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അന്നൊന്നും ഇത്രത്തോളം നമ്മുടെ ആരോഗ്യ മേഖലയൊന്നും വികസിക്കാത്ത സമയത്ത് വയറ്റാട്ടികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമായിരുന്നു ഈ പ്രസവം എടുത്തിരുന്നത്. വളരെ സൂക്ഷ്മതയോടെ എടുത്തിരുന്നു. അതിൽ പ്രാഗൽഭ്യമുള്ളവരായിരുന്നു. പിന്നീട് ആരോഗ്യ മേഖലയ്ക്ക് നമ്മൾ പുരോഗമന രീതിയിലേക്ക് വന്നപ്പോൾ ഇപ്പോൾ വീട്ടിലുള്ള പ്രസവം എന്ന് പറയുന്നത് തന്നെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ്. ഗർഭിണിയായിരിക്കുന്ന ആദ്യ മാസം മുതൽ കൃത്യമായ ചികിത്സയും ഇത്തരത്തിൽ നമ്മൾ പറഞ്ഞ പോലെ ഈ ആശാപ്രവർത്തകരൊക്കെ ഓരോ വീടുകളിലും വന്ന് അന്വേഷിക്കും, ഗർഭിണിയായ സ്ത്രീ ഉണ്ടോ, ഹോസ്പിറ്റലിൽ പോയോ. ചിലപ്പോൾ മെഡിസിനൊക്കെ ഈ പറഞ്ഞോണം വൈറ്റമിൻ മെഡിസിൻ ഉൾപ്പെടെയുള്ളത് അവർ തിരികെയും ഡോക്ടറെ കാണാൻ അവർ തന്നെ ഉദ്ബോധിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആശാപ്രവർത്തകരൊക്കെ ഉള്ള ആരോഗ്യ മേഖലയൊക്കെ ഉള്ള നാട്ടിലാണ് ഇത്തരത്തിൽ സംഭവിച്ചിരിക്കുന്നത്. മാത്രമല്ല ഗവൺമെൻറ് ഹോസ്പിറ്റലുകളുണ്ട്, ഇത്തരത്തിലുള്ള പ്രൈവറ്റ് നമ്മുടെ ഡിസ്പെൻസറികളുണ്ട്, ജില്ലാ ഹോസ്പിറ്റലുകളുണ്ട്, മെഡിക്കൽ കോളേജുകളുണ്ട്. ഇത്തരത്തിൽ കേരളത്തിൽ ഹോസ്പിറ്റലുകൾ ഇല്ലാത്തത് അപൂർവമാണ്. ഈവൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാൻ ബുദ്ധിമുട്ട്, സാമ്പത്തിക ശേഷി ഇല്ലാത്തവർക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോകാം. ഇത്തരത്തിലുള്ള പ്രസവ ശുശ്രൂഷകൾ നടക്കുന്ന മാത്രമായിട്ടുള്ള തൈക്കാട് പോലുള്ള ശിശു ക്ഷേമത്തിനുള്ള അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ഹോസ്പിറ്റലുകൾ സെപ്പറേറ്റ് ഉണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഇത്രയും ആരോഗ്യ മേഖല വികസനമുള്ള ഈ ഒരു കേരളത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള. അപ്പം ഈ സിറാജുദ്ദീൻ, അയാളുടെ പേര് പെരുമ്പാവൂർ സ്വദേശിയാണ്. ഇയാളുടെ പേര് സിറാജുദ്ദീൻ എന്ന വ്യക്തിയാണ് ഇത്തരത്തിൽ ഭാര്യയെ 5ാമത്തെ പ്രസവത്തിലാണ് ആ പെൺകുട്ടി, ആ സ്ത്രീ മരിച്ചിരിക്കുന്നത്. 5 പ്രസവം എടുത്തിരിക്കുകയാണ്. നമുക്കറിയാം നമ്മളുടെ ജീവിത സാഹചര്യം പഴയ കാലമല്ല, ജീവിത സാഹചര്യം മാറും തോറും അല്ലെങ്കിൽ നമ്മുടെ കഴിക്കുന്ന ആഹാരം മാറും തോറും ഒരുപാട് അല്ലെങ്കിൽ ഒരുപാട് നമ്മുടെ ശരീരം തന്നെ മാറി. മനുഷ്യന്റെ ആ ഒരു പഴയ ഒരു രീതിയല്ല, ആയുസ്സായാലും ആരോഗ്യമാണെങ്കിലൊക്കെ വ്യത്യസ്തമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഴയ രീതിയിലുള്ള ഒരു ആരോഗ്യം ഒന്നും ഇപ്പോഴത്തെ കാലത്തെ മനുഷ്യനുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോഴെല്ലാം ജങ്ക് ഫുഡ് ടൈപ്പുള്ള ആഹാരങ്ങളെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിൽ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശം ഇല്ലാണ്ട് ഒരു പ്രസവം എടുക്കുക, അല്ലെങ്കിൽ ഡോക്ടറുടെ സാമീപ്യം ഇല്ലാണ്ട് ഒരു പ്രസവം നടക്കുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. കാരണം എന്തെല്ലാം പ്രതിസന്ധികൾ വരും, അണുക്കൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ചിന്തിക്കുന്നതിനും അപ്പുറമാണ് ഈ ഒരു സംഗതി എന്ന് പറയുന്നത്. ആ സ്ത്രീ ആ ഒരു സമയത്ത് പ്രസവവേദന, കാരണം നമുക്കറിയാം, അവർക്കറിയാം, അവരിപ്പോൾ 4 വീട്ടിൽ പ്രസവിച്ചപ്പോഴും 5ാമത്തേത് അവർക്ക് അതികഠിനമായ 5ാമത്തേതെന്നൊക്കെ പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇപ്പോൾ 2 കുട്ടികളിലാണ്, അല്ലെങ്കിൽ 2ഓ 3ഓ അല്ലെങ്കിൽ 1ലാണ് മാക്സിമം നിർത്തുന്നത്. അത് കഴിഞ്ഞ് 2. അതിനപ്പുറം ഒരു ഫാമിലി ചിന്തിക്കുമോ എന്നുള്ളത് അറിയില്ല. 5ാമത്തേതൊക്കെ വരുമ്പോൾ ഒരു സ്ത്രീയുടെ ഒരു ആരോഗ്യസ്ഥിതി വളരെ മോശമാവുക
വിഷമമാവുകയാണ് ചെയ്യുന്നത്. അപ്പം അവർക്ക് അത് സഹിക്കാവുന്നതിൽ അപ്പുറമുള്ളൊരു വേദന വന്നപ്പോൾ എന്നെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണേ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ് ചെയ്യുന്നത്. നിലവിളിച്ചിട്ട് പോലും ഈ മനുഷ്യൻ, ഈ കാട്ടാളെന്ന് തന്നെ ഞാൻ പറയേണ്ടി, ഇയാളാണോ ഒരു ഭർത്താവ് എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നത്. ഇയാൾക്കിത് സ്വന്തം ഭാര്യയാണ്, തൻ്റെ 4 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്, നിലവിളിക്കുകയാണ്. ഇനിയെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് നിലവിളിക്കുമ്പോൾ പോലും ഒരു കൊലയാളി എന്ന് തന്നെ പറയാം, കണ്ടു നിൽക്കുക എന്നല്ലാതെ ആ മനുഷ്യൻ ചെയ്തിട്ടില്ല. അപ്പം ഇത്തരത്തില് 4 പ്രസവം മാത്രമല്ല, ഇവരെ പറ്റി വലിയ വിവരങ്ങളൊന്നും അയൽവാസികൾക്കും ഇല്ല. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, വാർത്തയിൽ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്: വേദന കൊണ്ട് പുളഞ്ഞ ഭാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കരഞ്ഞപേക്ഷിച്ചിട്ടും സിറാജുദ്ദീൻ എന്ന് പറയുന്ന ഈ കാട്ടാളെന്ന് തന്നെ ഞാൻ വീണ്ടും പറയുന്നു, അനുവദിച്ചില്ല എന്നുള്ളതാണ്. മന്ത്രവാദവും അന്ധവിശ്വാസവും കൊണ്ട് നടന്ന ഇയാൾ സിദ്ധവൈദ്യത്തിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. മന്ത്രവാദവും അന്ധവിശ്വാസം ഇത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞതല്ല, മനുഷ്യനെ വൈകൃതമാക്കുന്ന, മനുഷ്യനെ അല്ലാണ്ടാക്കുന്നത് ഈ മന്ത്രവാദവും അന്ധവിശ്വാസവും തന്നെയാണ്. അപ്പം ഇത്തരത്തിൽ അയാൾക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇയാള് ഭാര്യയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ. എന്തെങ്കിലുമൊക്കെ ദുരൂഹതകൾ ഇതിനകത്ത് കാണാൻ സാധ്യതയുണ്ട്. കാരണം ഈ മന്ത്രവാദം എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടാവുക എന്താണെന്നുള്ള അയാളുടെ മനസ്സിലിരിപ്പ് അയാൾക്ക് പോലും ചിലപ്പോൾ അറിയത്തില്ല. അയാളെ നിയന്ത്രിക്കുന്ന മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പം അത്തരത്തിൽ ഇയാൾക്ക് ഇങ്ങനെയൊക്കെയുള്ള മന്ത്രവാദവും ഈ അന്ധവിശ്വാസങ്ങളും കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ്. മാത്രമല്ല ഇയാൾ സിദ്ധവൈദ്യത്തിലാണ് വിശ്വസിക്കുന്നത്. സിദ്ധവൈദ്യം ചില കാര്യങ്ങൾക്കൊക്കെ നല്ലതാണെങ്കിലും മറ്റു ചില കാര്യം, ഈ ഇത്തരത്തിലുള്ള പ്രസവ വേദന, പ്രസവ കാര്യങ്ങൾക്കൊന്നും സിദ്ധവൈദ്യം അനുകൂലമല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നീക്കുപോക്ക്. അത് ഞാൻ മനസ്സിലാക്കിയത്. ആദ്യ 4 പ്രസവങ്ങളും വീട്ടിൽ തന്നെയായിരുന്നു നടത്തിയിരുന്നത്. ഭർത്താവ് സിറാജുദ്ദീൻ ആലപ്പുഴ സ്വദേശിയാണ്. ഇയാള് മലപ്പുറം ചട്ടിപ്പറമ്പിലാണ് ഇയാൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. 1.5 വർഷം മുമ്പാണ് ഈ കുടുംബം ഇവിടെ വാടകയ്ക്ക് വന്നത്, വാടക വീട്ടിൽ വന്നെത്തിയത്. പക്ഷെ ഈ വാടക വീട്ടില് ഈ ഭാര്യയും ഭർത്താവും 4 കുഞ്ഞുങ്ങളുമാണ്. എത്ര പേര് ഉണ്ടെന്ന് പോലും അയൽവാസികൾക്ക് അറിവില്ല. കാരണം ഇവർ അധികം പുറത്തോട്ടൊന്നും ഇറങ്ങത്തില്ല. എന്തൊക്കെയോ ഗൂഢമായ തരത്തിലാണ് ഇവർ അവിടെ താമസിച്ചിരുന്നത്. ഈ 4 കുഞ്ഞുങ്ങളെ ഈ അമ്മ രാവിലെ സ്കൂളിൽ കൊണ്ടുപോകുമ്പോഴാണ് അയൽവാസികൾ എങ്ങാനും കാണുന്നത്. ഓട്ടോയിൽ കയറ്റി വിടുമ്പോഴാണ് ഈ സ്ത്രീയെ കാണുന്നത്. അവരോട് സംസാരിക്കാനോ അല്ലെ അവർ തിരിച്ച് ഈ അയൽവാസികളോട് സംസാരിക്കാനോ നിൽക്കാറില്ല. അവർ പുറത്തോട്ട് ഇറങ്ങാറില്ല. അങ്ങനെ ഒരിക്കലും ഒരു അയൽവാസി സ്ത്രീ ചോദിച്ചു, സ്വാഭാവികമായിട്ടും ഗർഭിണിയായിരിക്കുമ്പോൾ ചോദിക്കുമല്ലോ, ഗർഭിണിയാണോ, എത്ര മാസമായി? അപ്പൊ 8 മാസമായി എന്ന് മറുപടി പറഞ്ഞതിന് ശേഷം വേറെ ഒന്നും മിണ്ടാതെ സ്ത്രീ തിരിച്ചു വീട്ടിനകത്തേക്ക് കയറി പോവുകയാണ് ചെയ്തത്. ഇയാളും ഇത്തരത്തിലാണ്. ഇയാളും മറ്റുള്ള അയൽവാസികളുമായിട്ടും യാതൊരുവിധ ബന്ധവുമില്ല. മടവൂർ ഖാഫില എന്ന പേരിൽ ഇയാൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അതിനകത്ത് ഏകദേശം 63,500 സബ്സ്ക്രൈബേഴ്സും ഉണ്ട്. മടവൂർ ഖാഫില എന്ന് പറയുന്നത് ഇതിനകത്ത് പ്രചരിപ്പിക്കുന്നത് മരിച്ചുപോയ ഒരാളുടെ ഐതിഹ്യങ്ങളാണ് ഇയാൾ ഇതിനകത്ത് പ്രചരിപ്പിക്കുന്നത്. അപ്പൊ അതിൽ തന്നെ നമുക്ക് ചിന്തിക്കാം, ഈ ആദ്യം പറഞ്ഞതുപോലെ മന്ത്രവാദങ്ങളും അന്ധവിശ്വാസങ്ങളും കൊണ്ടു നടക്കുന്ന ഒരാള്. മാത്രമല്ല ഇയാളുടെ ജോലി എന്താണ് എന്ന് ചോദിച്ച ഈ സ്ത്രീ പറഞ്ഞിരുന്നത്, ഈ പ്രഭാഷണങ്ങൾ മുസ്ലിം സമുദായങ്ങളിൽപ്പെട്ട അല്ലെങ്കിൽ അവരുടെ പള്ളികളിലേക്ക് പ്രഭാഷണങ്ങൾ നടത്തുക എന്നതാണ് ജോലി എന്നതാണ് ഈ സ്ത്രീ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇയാൾക്ക് ഈ ഒരു യൂട്യൂബ് ചാനലിൽ തന്നെ എന്തൊക്കെയോ ദുരൂഹതകൾ ഉണ്ടെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. ഈ കുട്ടികൾ 9ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും LKGയിലും പഠിക്കുന്നതാണ് മറ്റു സിറാജുദ്ദീൻ്റെ മറ്റു കുട്ടികൾ. ഈ കുട്ടികൾ പോലും പുറത്തേക്ക് വരാറില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും വീട്ടുടമസ്ഥനോട് പറഞ്ഞിരിക്കുന്ന കാസർഗോഡ് ഒരു പള്ളിയിലാണ് ജോലി എന്നതാണ് വീട്ടുടമസ്ഥനോട് പറഞ്ഞിരിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ വലിയൊരു നിഗൂഢതയാണ് വരുന്നത്. ആ സ്ത്രീ മരിച്ചു, അതോടൊപ്പം തന്നെ ഉദരത്തിലുണ്ടായിരുന്ന കുഞ്ഞും മരിച്ചു. ഇനി ബാക്കിയുള്ള കുഞ്ഞുങ്ങളുണ്ട്. ഇയാൾക്ക്, ഈ സിറാജുദ്ദീൻ എന്ന് പറയുന്ന ഇയാൾക്ക് മന്ത്രവാദവും മറ്റുള്ള അന്ധവിശ്വാസവും കൊണ്ട് നടക്കുന്ന ഈ മനുഷ്യനാണ്. അപ്പോൾ മറ്റുള്ള കുട്ടികൾ ഇനി ഇയാളുടെ കയ്യിൽ എത്രമാത്രം സേഫ് ആയിരിക്കും എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും പോലീസ് തുടർ നടപടികളൊക്കെ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇനി വരുന്ന ഇയാളെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴറിയാം എന്തൊക്കെയാണ് പുറത്തേക്ക് വരുന്നതെന്നുള്ള വിവരങ്ങൾ. ഏതായാലും ഈ ദുർമന്ത്രവാദം നമുക്ക് കഴിഞ്ഞ 1-2 വർഷത്തിന് മുമ്പ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ കേട്ട് നമ്മൾ അറിഞ്ഞ സംഭവങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഇത്തരത്തിൽ ഇപ്പോഴും ഇവിടെ
നടക്കുന്നുണ്ട്. സാത്താൻ സേവയൊക്കെ ഉൾപ്പെടെയുള്ളത് നമ്മുടെ കേരളത്തിലുണ്ട് എന്നുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏതായാലും ഇത്രയും സാക്ഷരത കേരളം, ആദ്യം ഞാൻ പറഞ്ഞത് സാക്ഷരത കേരളം, വിവേകമുള്ള മലയാളികൾ വീണ്ടും ഇതിലേക്ക് എങ്ങനെയാണ് പോകുന്നത്, എങ്ങനെയാണ് ഈ ഒരു മന്ത്രവാദവും സാത്താൻ സേവയൊക്കെ ആയിട്ട് ഇത്തരത്തിലുള്ള അവിശ്വാസങ്ങളിലേക്ക്, അന്ധമായ വിശ്വാസങ്ങളിലേക്ക് പോകുന്നത് എന്നുള്ളത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതിന് വളരെയധികം ജാഗ്രത പാലിക്കേണ്ട ഒന്ന് തന്നെയാണ്.